underwater dolphin kills that friend. Take care, Mark. ആദ്യം നമ്മൾക്കിവിടെ വേണ്ടത് ഏർലി ഏജിൽ നമ്മൾ ലേൺ ടു സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ പെർഫോമൻസ് വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കുറവുള്ളത് കാരണം നിങ്ങളുടെ എഫേർട്ട് അത് സ്പീഡിലോട്ട് കൺവേർട്ട് ആകത്തില്ല, ഡ്രാഗ് ഡെവലപ്പ് ആകുകയാണ്, ബോഡി കറക്റ്റ് ലെവലിൽ വരുന്നില്ല. ഫ്രീ സ്റ്റൈൽ പൊസിഷൻ നിങ്ങളോട് സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ ഫാസ്റ്റായി ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പീഡ് അതിൻ്റെ ലെവലിൽ നമുക്ക് സ്പീഡ് മുന്നോട്ട് കിട്ടുന്നില്ല. സ്പീഡ് കിട്ടാത്തതിന് കാരണം സ്വിമ്മിങ്ങിന് ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയാണ് ആവശ്യം. 3, 4, 5, 6, 7. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് റേഞ്ച് വ്യത്യാസങ്ങൾ ഇവിടെ പലർക്കും വന്നിട്ടുണ്ട്. ഇത് എന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 2-3 വീക്സിൽ എല്ലാവരും ഒരു 80-90% ഫ്ലെക്സിബിലിറ്റിയിൽ വരും. അപ്പോൾ നിങ്ങളുടെ ലെഗ് മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ്, ബ്രീത്തിങ് ഇതെല്ലാം കറക്റ്റാണ് വരും. ടെക്നിക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്ത് കണ്ടിന്യൂസായി കിട്ടുകയും നമ്മൾ എക്സൈൽ ചെയ്യുകയും ബ്രീത്ത് ഔട്ട് ചെയ്ത് സ്വിമ്മിങ് ചെയ്യുമ്പം നമ്മളതൊരു ഒറിസോണ്ടൽ പൊസിഷൻ, വെള്ളത്തിൻ്റെ മേലിൽ കിടന്ന് സ്വിമ്മിങ് ചെയ്ത് പോകുന്ന ഒരു ലെവലിൽ പോവുകയാണ്. ടെക്നിക്ക് അതിൽ ഉപയോഗിച്ച ബ്രീത്തും കിക്കും ആം ആക്ഷനും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ, ബോഡി പൊസിഷനും പെർഫെക്റ്റ് ആണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കൂടുതൽ ദൂരം നീന്താൻ സാധിക്കും, വളരെ ഈസി ആയിട്ട്. അതാണ് ടെക്നിക്ക്. അല്ലെങ്കിൽ നമ്മളുടെ നാടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയോ അടിച്ച് പവർ ഉപയോഗിച്ച് ഒരു കരയിൽ നിന്ന് മറുകരയിലോട്ട് പോകുന്നത്.